ഹായ് നമസ്കാരം. വാസ്തുതലത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും പലരും പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരുമാണ് ഞാൻ പറയുന്നത്. പലരും പറഞ്ഞ് കന്നിമൂലയിൽ ടോയ്ലറ്റ് ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഒരുപാട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല എന്ന് വാസ്തുവിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തുകൊണ്ട് കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല എന്നുള്ളത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞു. അതായത് കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ആവശ്യം ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കുഴി വരും, കുഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജലസാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ജലസാന്നിധ്യം ഉള്ളതുകൊണ്ട് നീരൊഴുക്കുണ്ടാകുന്നത് കന്നിമൂലയിൽ നല്ലതല്ലാത്തത് കൊണ്ടും കന്നിമൂലയിൽ ടോയ്ലറ്റ് വേണ്ട എന്നാണ് സാധാരണ ഞാൻ പറയാറ്. പക്ഷേ കന്നിമൂലയിൽ ടോയ്ലറ്റ് നല്ലതാണെന്ന് പറയുന്ന ഒരു പ്രത്യേകം സ്കൂൾ ഓഫ് തോട്ട് തന്നെയുണ്ട്. അത് കന്നിമൂലയിൽ ടോയ്ലറ്റ് നല്ല രീതിയിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പല സ്ഥലങ്ങളിലും കന്നിമൂലയിൽ ടോയ്ലറ്റ് പർപ്പസ്ലി കൊടുക്കാറുണ്ട്. ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. കന്നിമൂലയിൽ ടോയ്ലറ്റ് കൊടുത്താലുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് നിങ്ങളെ ബാധിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളെ ഒരു തരത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാതെ നമ്മളെ തടസ്സം നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അതായത് നിങ്ങളെ ബാധിക്കാത്ത നിങ്ങളുടെ പ്രശ്നങ്ങൾ അതറിയാതെ തന്നെ കൊഴിഞ്ഞു പോകാൻ, വൈപ്പൗട്ടായി പോകാൻ കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ടായെങ്കിൽ അത് സാധിക്കും. കാര്യം നിങ്ങൾക്കൊരു പ്രശ്നമോ നിങ്ങൾ മെൻ്റൽ ബ്ലോക്കേജ് ഒന്നും ഉണ്ടാവാതെ നിങ്ങളുടെ ഫോക്കസ് തെറ്റാത്ത രീതിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നാച്ചുറലി പോകാനുള്ള ഒരു സാധ്യത കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും രാജകൊട്ടാരങ്ങളിലെല്ലാം ഈ ചില രാജകൊട്ടാരങ്ങളിൽ പർപ്പസ്ലി കന്നിമൂലയിൽ ടോയ്ലറ്റ് വയ്ക്കാറുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ റീസൺ. കാര്യം നമ്മൾക്കൊരു ഫോക്കസ് ഉണ്ട്, നമ്മുടെ പർപ്പസ് വേറെയാണ്. അപ്പം നമ്മൾ പർപ്പസിന് തടസ്സം നിൽക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിനെ ബാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അനാവശ്യമായി നമ്മളെ തേടി വന്ന് നമ്മൾ മെൻ്റൽ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ബ്ലോക്കുകളെ ഒഴിവാക്കാൻ കന്നിമൂലയിലെ ടോയ്ലറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ കന്നിമൂല ടോയ്ലറ്റ് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് ആയിപ്പോയത് കൊണ്ട് മനസ്സുകൊണ്ട് വിഷമിക്കുന്നവർക്കെല്ലാം ഇതൊരു ആശ്വാസമാകട്ടെ. കാര്യം കന്നിമൂലയിൽ ടോയ്ലറ്റ് നിങ്ങൾക്കൊരു ദോഷവും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒരു ഗുണം ഇതാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കേണ്ട മറ്റു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.